ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പോലീസുകാരെ കാണിക്കുകയാണ്. അപ്പോൾ അവർ വഴിയിൽ നിന്ന് ചെക്കിങ്ങിനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വേറൊരു പോലീസുകാരനെ വിളിച്ചിട്ട്, എടാ ദേ കൈ തടയുന്നതൊക്കെ അങ്ങോട്ട് മേടിച്ചെടുക്കണം. എന്നേ നന്ദു സാർ ഇല്ലാത്തതാ, അതുകൊണ്ട് തന്നെ കൈ തടയുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കണം, നീ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബൈക്കാരെ പിടിച്ചു നിർത്തുകയാണ്. എടാ നിന്റെ ബുക്കും പേപ്പറൊക്കെ ഉണ്ടോടാ? ആ ഉണ്ട് സാർ, എങ്കിൽ കാണിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ബുക്കും പേപ്പറും എല്ലാം കാണിച്ചു കൊടുക്കുക. ആ സമയത്താണ് നവീൻ വക്കീൽ വരുന്നത്. അപ്പം നവീൻ വക്കീലിൻ്റെ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇതാ വക്കീലാണല്ലോ. അപ്പോൾ വൈകാരെ പറഞ്ഞു വിടുക. അങ്ങനെ വക്കീല് നമ്മുടെ നവീൻ വക്കീൽ നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ നന്ദുമേടം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ സാറ് അറിഞ്ഞില്ലേ? നന്ദുമേടത്തിനെ ഗുണ്ടകൾ ആക്രമണം ചെയ്തു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഇന്നലെ എവിടെയോ പോയേക്കുമായിരുന്നു നന്ദുമേടം. അങ്ങനെ സ്കൂട്ടറിൽ വരുന്നിടയ്ക്ക് നന്ദുമേടത്തിന് തലക്കിട്ടടിച്ചു ഗുണ്ടകൾ. അങ്ങനെ ഒരു കണക്കിനാ രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അയ്യോ, എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഇപ്പം നന്ദുമേടത്തിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. സാർ അങ്ങോട്ട് ചെന്ന് നോക്ക്, അപ്പോൾ കാര്യങ്ങളുടെ വ്യക്തതകൾ അറിയാം. ശരി, എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ വക്കീൽ കാറി കയറി പോവുകയാണ്. അപ്പോൾ ഈ പോലീസുകാരാണെങ്കിൽ ഈ വക്കീലിനെ നന്ദു മേഡത്തിൻ്റെ ഇതിൽ ഒരു കണ്ണുണ്ടോ എന്നൊരു സംശയം. അനന്തപുരിയിലെ ആ ചെക്കനാണെങ്കിൽ നന്ദു മേഡത്തിൻ്റെ പിന്നാലെ തന്നെയാണ്. ഇപ്പോഴേ ഈ ചെറുക്കനും നന്ദു മേഡത്തിൻ്റെ പിന്നാലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വക്കീൽ ഈ പോലീസുകാർ രണ്ടുപേരും കൂടി ഇരുന്ന് കുശൂഷിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീൻ വക്കീൽ നേരെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗോവിന്ദനും അതേപോലെ തന്നെ കനകയും ഉണ്ടായിരുന്നു. അപ്പം നവീൻ വക്കീലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഇതാരെ വന്നിരിക്കുന്നത്? നവീൻ മോനോ, കയറി വാ എന്നും പറഞ്ഞുകൊണ്ട്. അല്ല ആൻറ്റി, നന്ദുവില്ലേ? ഞാൻ നന്ദുവിനൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. അയ്യോ മോനെ, നന്ദു ഇവിടെ ഇല്ല. നന്ദുവേ ഇന്നലെ ഒരു പോലീസ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷെ ഇങ്ങോട്ടല്ല വന്നത്, നേരെ നയനയുടെ വീട്ടിലേക്കാണ് ചെന്നത്. അവൾ അവിടെയുണ്ട്. ഇത് കേട്ട് നവീനാണെങ്കിൽ, അപ്പോൾ നന്ദുവിന് സംഭവിച്ചതൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. ആണോ ആൻറ്റി? ഞാനേ നന്ദുവിനെ കണ്ടിട്ട് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. കിട്ടുമ്പോഴേക്കും, എൻ്റെ പൊന്നു മോനെ, എപ്പോഴും ഈ കേസും വക്കീലുമായിട്ടൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. അത് നന്ദുമോള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നന്ദുമോളെ പോലെ തന്നെ ഒരു പോലീസുകാരിയായ പെണ്ണിനെയാണ് നവീൻ മോൻ നോക്കിയിരിക്കുന്നത് അല്ലേ? അതെ ആൻറ്റി, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പോലീസുകാരി പോലെയുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് മോൻ്റെ അമ്മ സമ്മതിക്കോ? അവരൊക്കെ തൻ്റെടികളാണെന്നാണല്ലോ മോൻ്റെ അമ്മ പറയുന്നത്. അപ്പം തൻ്റെടികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എവിടെയാണ് തൻ്റെടം ഇല്ലാത്തത്? തൻ്റെടുള്ള പെൺപിള്ളേർ തന്നെയാണല്ലോ ഇപ്പം ചുറ്റിനുള്ളത്. അത് സത്യം തന്നെയാ. ഇവിടെ ഒരുത്തി കണ്ടില്ലേ, തൻ്റെ ഇടം കുറച്ച് കൂടിപ്പോയതിൻ്റെ ഹുങ്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. എങ്കിൽ പിന്നെ ആൻറ്റി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, ശരി എന്നാൽ മോൻ ചെല്ല് എന്നും പറഞ്ഞ് നമ്മുടെ നവീൻ പോവാണ്. അപ്പം നവീൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ പറയണം, നല്ലൊരു പയ്യനല്ലേ? അതെ, നല്ലൊരു മിടുക്കൻ പയ്യൻ തന്നെയാണ്. ആ പയ്യന് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടട്ടെ. അതെ, ആ പയ്യനെ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഭാഗ്യം തന്നെയാണ്. അത്രയ്ക്ക് തങ്കപ്പെട്ട പയ്യനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശൻ നയനയെയും അതേപോലെ തന്നെ എലിസബത്തിനെയും കാണാൻ വേണ്ടി വന്നിരിക്കും. അപ്പോൾ ഇവർ വഴിയരികിലാണ് മീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് മോളെ ഞാൻ കാണണമെന്ന് പറഞ്ഞതേ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. എന്താ മുത്തശ്ശ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് വേറൊന്നുമല്ല, ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻ എക്സിബിഷൻ വരുന്നുണ്ട്. അതിൽ മോള് പങ്കെടുക്കണം. മോളുടെ ഡിസൈനൊക്കെ നല്ല അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ മൂർത്തീസ് കമ്പനി തന്നെ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, തീർച്ചയായിട്ടും മുത്തശ്ശ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ നാഗേന്ദ്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാഗേന്ദ്രൻ്റെ ഫോട്ടോ എങ്ങനെ ആദർശിന് കിട്ടി?
അപ്പോൾ നമ്മുടെ ശത്രുക്കളിലും നാഗേന്ദ്രൻ ഉണ്ടെന്ന് തന്നെ വേണം കരുതാനായിട്ട്. എലിസബത്തെ, ഈ നാഗേന്ദ്രൻ ആരാണെന്ന് എലിസബത്തിന് നന്നായിട്ട് തന്നെ അറിയാലോ. പിന്നെ അറിയാതെ സാറേ, എനിക്ക് ഈ നാഗേന്ദ്രനെ നന്നായിട്ട് തന്നെ അറിയാന്നേ. സാറ് ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ആളല്ലേ. അയാളത് ദുഷ്ടനായിരുന്നു. എന്തെല്ലാം ദ്രോഹങ്ങളാണ് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ടാണല്ലോ സാറ് ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടത് സാറേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നയന മോൾക്ക് അവനെക്കുറിച്ച് അറിയില്ല. മോളെ, നീ മോള് സൂക്ഷിക്കണം. ആദർശിനോട് സൂക്ഷിക്കാനായിട്ട് പറയണം. ഈ നാഗേന്ദ്രനെ നിസ്സാരക്കാരനല്ല. അവൻ തിരിച്ചിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. നമ്മൾ ശത്രുക്കളുടെ കൂട്ടത്തിലും അവനുണ്ടെന്ന് തന്നെ വേണം കരുതാനായിട്ട് എന്നിങ്ങനെ പറയാണ്. മുത്തശ്ശ, ആ കാര്യത്തെക്കുറിച്ചെല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും എന്നെ ആദർശേട്ടൻ ആ ഫോട്ടോ എല്ലാം കാണിച്ചതാണ്. പക്ഷെ ആദർശേട്ടൻ എവിടെയോ കണ്ട മറന്ന മുഖം പോലെ എന്നൊക്കെയാണ് ആദർശേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവനൊന്ന് ചെറുതായിരുന്നല്ലോ, അതുകൊണ്ടാ അവനെ ശരിക്കും മനസ്സിലാകാതെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്നാലും സൂക്ഷിക്കണം. ദേ, മോളുടെ 3-ാം മാസത്തെ ചടങ്ങിന് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. എന്നാലും ഞാൻ മോളുടെ ചടങ്ങുകളെല്ലാം കണ്ടായിരുന്നു. പക്ഷേ 7-ാം മാസത്തെ ചടങ്ങ് ഞാനും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഇപ്പോൾ ആദർശിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മുത്തശ്ശ, അതെല്ലാം സാധ്യമാവും മുത്തശ്ശ, അത് സാധ്യമാവണം മോളെ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൊച്ചുമോനാണ് ആദർശ്. അവൻ്റെ രീതികളെല്ലാം മാറി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം. എന്നെ കൂടുതലും അതിശയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, മോളുടെ ചേച്ചി തന്നെയാണ്. മോളുടെ ചേച്ചി സത്യങ്ങളെല്ലാം മുഴുവൻ അറിഞ്ഞു. സത്യങ്ങളെല്ലാം മോളുടെ അമ്മ ചേച്ചിയോട് പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും വിശ്വസിക്കാതെ അബിൽ തന്നെ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ് മോളുടെ ചേച്ചി. പുറത്തുപോയി അതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കാതെ എന്താണ് മോളുടെ ചേച്ചി കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് സങ്കടം തോന്നിക്കുകയാണ്. എന്ത് പറയാനാ, ഒന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലേ താനും. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോളെ എങ്കിൽ പിന്നെ മോള് പോയിക്കോ. മുത്തശ്ശൻ നമുക്കിനി പിന്നെ കാണാം. മോള് നന്നായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനെ കാറിൻ്റെ അവിടെ പോയിട്ട് എന്തൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ എലിസബത്തിനോട് പറയണം, എന്താ എലിസബത്ത് ആൻറ്റി എടുത്തുകൊണ്ട് വരുന്നത്? ആർക്കറിയാം. അങ്ങനെ എലിസബത്തിൻ്റെ കയ്യിലേക്ക് ഇതെടുത്ത് കൊടുത്തിട്ട്, അതെ, ഇത് കുറച്ച് ആയുർവേദ മരുന്നുകളാണ്. അതെങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നൊക്കെ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മോൾക്ക് വേണ്ട വിധത്തിൽ എലിസബത്തെ ഇതെല്ലാം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും സാറേ, എനിക്കതല്ലേ ജോലിയുള്ളൂ. ഞാൻ ആ രീതിയിൽ എല്ലാം കൈകാര്യങ്ങൾ ചെയ്തോളാം. ശരി മോളെ, എങ്കിൽ പിന്നെ പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുമ്പോഴും മുത്തശ്ശിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് വണ്ടിയിലേക്ക് കയറി പോവാണ്. മുത്തശ്ശിന് അപ്പോഴും ടെൻഷനൊക്കെ മുത്തശ്ശിന് വണ്ടി കയറി പോവാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീൻ നേരെ ഈ അനിയെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ അനിയോട് ചോദിക്കുകയാണ്, എടാ നീ ഇന്നലെ എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പുറത്തേക്ക് പോയായിരുന്നു. പുറത്തേക്ക് എവിടെയാണ് പോയത്? എന്താ പോയ സ്ഥലത്തിൻ്റെ പേരൊന്നുമില്ലേ? എവിടേക്കാ പോയെന്ന്? അത് പിന്നെ ഞാൻ പോയത് ഇന്നലെ പൊന്മുടിയിലേക്കാണ്. എന്താടാ? ഇല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. നിന്നെ കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ എവിടെയാ പോയതെന്ന്. അവിടെ റേഞ്ചുള്ള സ്ഥലമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത്. അപ്പം നവീന് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുകയാണ്. എടാ, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? അല്ല, ഈ അവന്തികയും നീയും തമ്മിലുള്ള കല്യാണമൊക്കെ ഫിക്സ് ചെയ്തെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അവന്തിയുടെ കാര്യം പറഞ്ഞു പോരുത് കേട്ടോ. എനിക്ക് ആ കല്യാണത്തോട് യാതൊരു താല്പര്യമില്ല. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. എടാ, അവന്തിക നല്ല പെണ്ണല്ലേ, ഒന്ന് മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അനാമികയുമായിട്ടുള്ള നിന്റെ ഡിവോഴ്സിന് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അവളോട് ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്താമെന്ന് ഞാൻ ശ്രമിക്കാം. എടാ, ആ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കണം. പക്ഷെ അവർ ചോദിക്കുന്ന ലക്ഷങ്ങളല്ലേ, കോടികളല്ലേ. അപ്പോൾ അത് കൊടുക്കണ്ടേ? അങ്ങനെ പൈസ കൊടുത്ത് ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. അവർക്ക് അങ്ങനെ പൈസ കൊടുത്ത് അവർ രക്ഷപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അത്രയ്ക്കും കള്ളക്കൂട്ടങ്ങളാണ്. അതുകൊണ്ട് ഞാനിതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. എടാ, അങ്ങനെ സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഡിവോഴ്സ് വേണമെങ്കിൽ അവരുടെ കണ്ടീഷനുകളെല്ലാം ചെയ്തു കൊടുക്കണം. എടാ, കുറച്ച് പൈസ കൊടുത്താലും അവരങ്ങോട്ട് ഒതുക്കി തീർത്തേര്. അവർ കുറച്ച് പൈസ എന്നല്ല ചോദിക്കുന്നത്, അവർ ചോദിക്കുന്നത് കോടികളാണ്. അവർ രണ്ടും കൽപ്പിച്ച അതുകൊണ്ട് ഈ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോട്ടേടാ. എടാ നിശ്ചയെങ്കിലും നടക്കണ്ടേ? ഒരു നിശ്ചയമില്ല. ഞാൻ പറഞ്ഞല്ലോ,
ഏതായാലുമേ ഭാര്യയും ഭർത്താവായിട്ട് ഞങ്ങൾ ഒരിക്കലും ചേരാനായിട്ട് പോകുന്നില്ല. എടാ, അവന്തികയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകും. MBA കഴിഞ്ഞ പെണ്ണുമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവൾ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അയ്യോടാ, എനിക്ക് അങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടിയാലും സാരമൊന്നുമില്ല. പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യനേക്കാൾ നല്ലത് വല്ലപ്പോഴും കാണുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ സ്നേഹം ഉണ്ടാവുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ ഏതായാലും നോക്കാം ഡിവോഴ്സ് കിട്ടുമെന്ന്. എനിക്ക് അത്രയൊക്കെയല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം. പക്ഷേ നവീന് മനസ്സിലായി ഇവൻ നന്ദുവിനെ കാണുന്നുണ്ടെന്നും ഇവൻ്റെ മനസ്സിൽ നന്ദു ആണെന്നൊക്കെ നവീൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, മുത്തശ്ശിയെ. അപ്പം മുത്തശ്ശി ആഭരണങ്ങളല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. ആഭരണങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് മുത്തശ്ശൻ കയറി വരുന്നത്. അപ്പം മുത്തശ്ശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനേ നയനെ മോളൊന്ന് കാണാൻ പോയതാണ്. കൊള്ളാലോ, എന്നിട്ട് നയനമോളെ കണ്ടോ? പിന്നെ കാണാൻ പോയപ്പോൾ കാണാതെ ഞാൻ നയനമോളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ ഇദ്ദേഹം പോയപ്പോൾ എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നില്ലേ? എനിക്കും മോളെ ഒന്ന് കാണാമായിരുന്നല്ലോ. അയ്യോ എടോ, താൻ എപ്പോഴും ദേവുവിൻ്റെ ഒപ്പം പോകാറുള്ളതല്ലേ നയനമോളെ കാണാനായിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഒപ്പം എന്തിനാ പ്രത്യേകിച്ച് വരുന്നത്? ഞാനാണെങ്കിൽ രഹസ്യമായിട്ടല്ലേ പോയി കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴല്ലേ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ശരിയാ. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? മോൾക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചതേ ആ നാഗേന്ദ്രനെ കുറിച്ച് തന്നെയാണ്. നാഗേന്ദ്രൻ്റെ ഫോട്ടോ കണ്ടല്ലോ. അപ്പം മോളോടും ഈ നാഗേന്ദ്രൻ ആരായിരുന്നു എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണമല്ലോ. അതൊക്കെ ഞാൻ മോൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയണം, എനിക്കെന്നാലും മനസ്സിലാവാത്തത് ഈ നാഗേന്ദ്രൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്തുകൊണ്ട് ആദർശ് മനസ്സിലാക്കിയില്ല എന്നാണ്. എടോ, ഈ ആദർശ് ആ സമയത്ത് കുഞ്ഞായിരുന്നല്ലോ. പക്ഷേ എന്നാലും അവന് മെമ്മറി പവർ കൂടുതലാണ്. അവൻ പറഞ്ഞില്ലേ എങ്ങോ കണ്ട മറന്ന മുഖമെന്ന്. ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ അവൻ രൂപസാദൃശ്യമൊക്കെ ഇങ്ങനെ വന്നു കാണും. രൂപത്തിൽ പല മാറ്റങ്ങളും വന്നു കാണും. അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവാതെ. എന്നാലും അവൻ പറഞ്ഞല്ലോ എങ്ങോ കണ്ട് പരിചയം മറന്ന മുഖമെന്നൊക്കെ. പക്ഷേ ഇനി നാഗേന്ദ്രൻ എവിടെയാണ്, അവൻ്റെ ആസ്ഥാനം എവിടെയാണെന്നൊക്കെ കണ്ടെത്തണം. തനിക്കറിയാലോ കുറേ കാര്യങ്ങളൊക്കെ. അവനിവിടെ നിന്ന് അപമാനിച്ച് ആട്ടിപ്പുറത്താക്കിയതാ. അപ്പോൾ അതിൻ്റെതായ ദേഷ്യവും വൈരാഗ്യവും വാശിയും ഒക്കെ അവന് കാണും നമ്മളോട്. ഇനി അവനാണോ നമ്മുടെ ശത്രുവിന് പിന്നാലെ എന്നാണ് ഇപ്പം അറിയേണ്ടത്. ഈ AN ജ്വല്ലറിയുടെ മെയിൻ ആള് ഇനിയിപ്പോൾ നാഗേന്ദ്രൻ അല്ല എങ്കിലോ ആണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെയേറെ സംശയത്തോടു കൂടി തന്നെയാണ് മുത്തശ്ശൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ടെൻഷനൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.